ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, അത് പിന്നീട് ഫലം കാണുന്നു. ആ വാർത്തയിലേക്കാണ്. മൈസൂരുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനത്തിനെതിരെയായിരുന്നു പരാതി. കോഴിക്കറിയിൽ തൂവലും ചോരയും ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക്കും ലഭിക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. ചോറിൽ പാറ്റയെ കണ്ടെത്തിയെന്നും പരാതിയുണ്ട്. വിദ്യാർത്ഥികൾ മെസ് നടത്തിപ്പുകാരായ മലയാളികളോട് സംസാരിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിലേക്ക് അല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് നാളെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സതീഷ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇവര് കഴുകുമ്പോഴേ മണക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മണക്കുന്ന ഒരു ചിക്കൻ ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ? ചേട്ടനുണ്ട് 3 പിള്ളേര്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഇത്രയും നേരം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. കാരണം ഞാനൊരു പാർട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഏത് ഹോസ്റ്റലിൽ വിളിക്കുന്നത്? വിശ്വാസാണോ? ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി. അല്ലല്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്താ വിഷയം ചെയ്തോ? ഫീസ് ഞങ്ങൾക്ക് കിട്ടണം. ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇത് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ബാക്കി പറയാം കേട്ടോ. വിദ്യാർത്ഥികളുടെ പരാതിയിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം പൂട്ടി. കൺസൾട്ടൻസിയുടെ ലൈസൻസും റദ്ദാക്കി. KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി. സജു, നമ്മൾ രാവിലേക്ക് ഈ വാർത്ത വിശദമായി തന്നെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഓരോ മണിക്കൂർ ഇടവിട്ടൊക്കെ നമ്മൾ നൽകിയിരുന്നു. പിന്നീട് KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് കർണാടക സർക്കാർ ഇടപെടുകയും കടുത്ത നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആ സ്ഥാപനം അടച്ചു പൂട്ടി. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ് എന്താണ്? അവർ തൃപ്തരാണോ? അനൂപ്, വിദ്യാർത്ഥികൾ ഇപ്പോഴും തൃപ്തരല്ല. അതായത് ഇപ്പോൾ വിദ്യാർത്ഥികളോട് കോളേജ് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചത്തേക്ക് നിങ്ങൾ നാട്ടിലേക്ക് പോവുക. അതായത് ഇനിയിപ്പോൾ വേണ്ട, പകരം സംവിധാനം അവർക്ക് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ നാട്ടിലേക്ക് പോകുക. നിങ്ങൾ മടങ്ങി വരുമ്പോഴത്തേക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തും, മറ്റൊരു മെസ്സ് ഏൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണോ? അവരുടെ ഇന്റേണൽ എക്സാമിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഈ ഇന്റേണൽ എക്സാമൊക്കെയും കോളേജ് അധികൃതർ മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ കാലം മുമ്പ് തന്നെ ഈ വിഷയം അവതരിപ്പിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ യാതൊരു നടപടിയും കോളേജിന്റെ ഭാഗത്തുനിന്നോ മെസ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലായിട്ട് അവർ സഹികെട്ടാണ് മാധ്യമങ്ങളോട് ഈ ദൃശ്യങ്ങൾ അയക്കുകയും മാധ്യമങ്ങൾ ഈ വിഷയങ്ങളിൽ ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളടക്കം നൽകി വാർത്ത നൽകിയത്. ഉടൻ തന്നെയാണ് KC വേണുഗോപാൽ MP ഈ വാർത്ത കണ്ട് അദ്ദേഹം ഇതിൽ ഇടപെടുകയും കർണാടക മുഖ്യമന്ത്രിയുമായിട്ടും ആരോഗ്യമന്ത്രിയുമായിട്ടൊക്കെ സംസാരിക്കുകയും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും അവർ ഈ ആഹാര സാധനങ്ങളുടെ സാമ്പിൾ പരിശോധിച്ച് അല്ലെങ്കിൽ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മെസ്സിനെതിരെ കടുത്ത നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങിയിരിക്കുന്നത്. മെസ്സിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ മെസ്സ് നടത്തുന്നത് മലയാളികളാണ്. 5 സ്ഥലങ്ങളിലേക്കാണ് ഈ മെസ്സിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മൈസൂരുവിലെ 5 കോളേജ് ഹോസ്റ്റലിലേക്കാണ് ഒരേ സമയം ഭക്ഷണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 ഇടങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരേ സമയം തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഭക്ഷ്യോഗ്യമല്ലാത്ത ഭക്ഷണങ്ങളായിരുന്നു. ചിക്കൻ കറിക്കകത്ത് രക്തത്തിന്റെ അംശം ഉണ്ടായിരുന്നു, കോഴിത്തൂവൽ ഉണ്ടായിരുന്നു, ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടായിരുന്നു, അതോടൊപ്പം ചോറിനകത്ത് പാറ്റയെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഇത്രയും നിരവധിയായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിദ്യാർത്ഥികൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നുണ്ട്. കൃത്യമായ നടപടികൾ, തുടർ നടപടികൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. സാജു ചാമക്കാലയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വിവരങ്ങൾ. മെസ്ഫി എന്ന രീതിയിലൊക്കെ വിദ്യാർത്ഥികൾ വലിയ തുക നൽകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.